ടെക് മീഡിയയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ ശ്രീദേവി ദേവസ്വം ട്രസ്റ്റ് ക്ഷേത്രത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു ചെറിയ ക്ഷേത്രത്തെ എങ്ങനെ അതിവൃത്തിയായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതിന് എല്ലാ ആചാരക്രമങ്ങളും കൃത്യമായ രീതിയിൽ നടത്താൻ എല്ലാ അംഗങ്ങളോടും കൂടിയ ഒരു ക്ഷേത്രവുമായിട്ട് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കിടാവിളക്ക്, ധ്വജസ്തംഭം, അതേപോലെ ധ്വജത്തെയൊക്കെ ആരും തൊടാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി അതിനെ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി. അതേപോലെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ഭാഗങ്ങൾ, വലിയ ബലിക്കല്ല്, അതേപോലെ തന്നെ വളരെ വൃത്തിയുള്ള ക്ഷേത്രഭാഗങ്ങളാണ് കണ്ടിട്ടുണ്ട്. ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ബലിക്കലിലും ധ്വജത്തിലും ഒന്നും സ്പർശിക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതേപോലെ വളരെ കിഴക്കോട്ടാണ് ദർശനം. ഇത് ദേവീക്ഷേത്രമാണ്. തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഭദ്രകാളി, 8 കൈകളോട് കൂടിയ ഭദ്രകാളിയാണ്. ഒപ്പത്തിന് ദേവിയുടെ ഇടത് ഭാഗത്ത് മഹാദേവൻ ലിംഗസ്വരൂപത്തിൽ വസിക്കുന്നു. അതേപോലെ തന്നെ ദേവിയുടെ ഇടത് ഭാഗത്ത് മഹാവിഷ്ണുവും ദേവിയുടെ വലതു ഭാഗത്ത് മഹാദേവനുമാണ്. പ്രധാനപ്പെട്ട 3 ശ്രീകോവിലും തത്തുല്യ പ്രാധാന്യത്തോടു കൂടിയ 3 ശ്രീകോവിലുകളാണ് ഉള്ളത്. അതിൽ എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് എല്ലാ പൂജകളും കാര്യങ്ങളും നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ധ്വജത്തെ വളരെ കൃത്യമായിട്ട് കാണാം. അതേപോലെ തന്നെ വളരെ ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ, ഒരു സാധനങ്ങൾ പോലും എങ്ങും എടുത്ത് വലിച്ചിടാതെ വളരെ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും തന്നെ നിൽക്കുന്നു. ഒരു ക്ഷേത്രത്തെ എങ്ങനെ വൃത്തിയായി പരിപാലിക്കാം? കണ്ടില്ലേ, നടപ്പുവഴിയൊക്കെ ഒരു സൈഡിലൂടെ നടപ്പുവഴിയൊക്കെ ഉണ്ട്. ആ നടപ്പുവഴി ഇപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ ഇടയ്ക്ക് കണ്ട ഭാഗമുണ്ട്. ആ ഭാഗത്തെ വളരെ വൃത്തിയായിട്ട് പൂച്ചെടികളൊക്കെ വെച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ വളരെ മാതൃകാപരമാണ് ഈ ക്ഷേത്രം. ഇതേപോലെ ഓരോ ക്ഷേത്രങ്ങളും ആയിരിക്കട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. നമഃ ശിവായ.